ഓഗസ്റ്റ് 9-നാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് തങ്ങളുടെ SUV റാംഗ്ലർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രകടനക്ഷമതയുള്ള SUV എന്നാണ് പുതിയ റാംഗ്ലറിനെ ജീപ്പ് വിശേഷിപ്പിക്കുന്നത്. 4ാം തലമുറയിൽപ്പെട്ട പുതിയ റാംഗ്ലറിന്റെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും വാഹനത്തിന്റെ എഞ്ചിൻ ഓപ്ഷനെ സംബന്ധിച്ച് വ്യക്തമായ വാർത്തകൾ വന്നിരുന്നില്ല. എന്നാൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് മോഡലിന്റെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുകയുള്ളൂ. വിദേശത്ത് 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ, 3.6 ലിറ്റർ V6 പെട്രോൾ, 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ, 3 ലിറ്റർ V6 ഡീസൽ എന്നീ എഞ്ചിൻ ഓപ്ഷനിലാണ് റാംഗ്ലർ നിരത്തിലുള്ളത്. 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ 270 bhp പവറും 400 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 3.6 ലിറ്റർ V6 പെട്രോൾ എഞ്ചിൻ 285 bhp പവറും 353 Nm ടോർക്കും സൃഷ്ടിക്കും. 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ 197 bhp പവറും 450 Nm ടോർക്കും സൃഷ്ടിക്കുമ്പോൾ 3 ലിറ്റർ V6 ഡീസൽ എഞ്ചിൻ 240 bhp പവറും 570 Nm ടോർക്കും സൃഷ്ടിക്കുന്നു. എല്ലാ മോഡലും ഓൾ വീൽ ഡ്രൈവ് ആണ്. 3.6 ലിറ്റർ V6 പെട്രോൾ, 2.8 ലിറ്റർ ടർബോ ഡീസൽ എന്നീ 2 എഞ്ചിൻ ഓപ്ഷനിലാണ് നിലവിൽ റാംഗ്ലർ അൺലിമിറ്റഡ് ഇന്ത്യയിലുള്ളത്. ഇതുവരെയുള്ള റാംഗ്ലറുകളിൽ ഏറ്റവും കരുത്തുറ്റ മോഡലായിരിക്കും പുതിയ വാഹനമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 2017 ലോസ് ഏഞ്ചലസ് ഓട്ടോ ഷോയിലാണ് 4ാം തലമുറ റാംഗ്ലറിനെ ജീപ്പ് ആദ്യമായി അവതരിപ്പിച്ചത്. നിലവിൽ റാംഗ്ലർ അൺലിമിറ്റഡ് മോഡലാണ് ജീപ്പ് ഇന്ത്യൻ നിരയിലുള്ളത്. സ്പോർട്ട്, സഹാര, റൂബിക്കോൺ എന്നിങ്ങനെ 3 വേരിയന്റുകളാണ് വിദേശ വിപണിയിൽ പുതിയ റാംഗ്ലറിനുള്ളത്. വിദേശ സ്പെക്കിന് സമാനമായി 3 ഡോർ, 5 ഡോർ പതിപ്പുകൾ ഇന്ത്യയിലുമെത്തും. അതേസമയം 3 വേരിയന്റുകളിൽ സഹാര, റൂബിക്കോൺ എന്നീ വേരിയന്റുകൾ ഇന്ത്യയിൽ എത്തുമെന്നാണ് സൂചന. സ്പോർട്ട്, സ്പോർട്ടെസ്, റൂബിക്കോൺ വകഭേദങ്ങളാണ് ജീപ്പ് റാംഗ്ലർ 3 ഡോർ പതിപ്പിൽ. സ്പോർട്ട്, സ്പോർട്ടെസ്, സഹാര, റൂബിക്കോൺ എന്നീ വകഭേദങ്ങളാണ് ജീപ്പ് റാംഗ്ലർ 5 ഡോർ പതിപ്പിലുള്ളത്. നിരവധി മാറ്റങ്ങൾ ഉണ്ടെങ്കിലും റാംഗ്ലറിന്റെ തനതു രൂപത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ പുതുതലമുറയ്ക്കില്ലെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ബോക്സി രൂപത്തിലാണ് പുതിയ റാംഗ്ലറും. പുതിയ റാംഗ്ലർ ഇതിനോടകം ഇന്ത്യൻ നിരത്തിൽ നടത്തിയ പരീക്ഷണ ഓട്ടങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. മുൻവശത്തെ 7 സ്ലാറ്റ് ഗ്രില്ലും പൂർണ്ണ LED ഹെഡ്ലാമ്പും പുതിയ റാംഗ്ലറിൽ ശ്രദ്ധ ആകർഷിക്കും. 17-18 ഇഞ്ച് വീലുകളോടാണ് വാഹനം നിരത്തിലെത്തുന്നത്. ഹാലോ LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുടെ പിന്തുണയും വാഹനത്തിനുണ്ട്. അതിനോടൊപ്പം വിടർന്ന ഫെൻഡറുകൾ, ബോണറ്റ് വെന്റ്, ഉയർത്തിയ വിൻസ്ക്രീൻ എന്നിവ പുതിയ റാംഗ്ലറിലെ സവിശേഷതകളാണ്. പിന്നിലെ ബമ്പറിലും കമ്പനി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. LED യൂണിറ്റാണ് ടെയിൽ ലാമ്പുകൾ. അടുത്ത തലമുറ വാഹനം പുതുതായി വികസിപ്പിച്ചെടുത്ത JL പ്ലാറ്റ്ഫോമിലാവും നിർമ്മിക്കുക. നിലവിലെ JK പ്ലാറ്റ്ഫോമിലും ഖനം കുറഞ്ഞതാണിത്. വാഹനത്തിന്റെ അപ്രോച്ച് ഡിപ്പാർച്ചർ ആംഗിളുകൾ മെച്ചപ്പെടുത്താൻ പുതിയ പ്ലാറ്റ്ഫോം സഹായിക്കും. അതോടൊപ്പം ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. 227 mm ഗ്രൗണ്ട് ക്ലിയറൻസും 30 ഇഞ്ച് വരെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാനും കഴിയും. അകത്തളത്തിലും കാര്യമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഡാഷ്ബോർഡ് ഘടനയിൽ മാറ്റം വരുത്തി. ലെതർ, സിൽവർ, റെഡ് നിറശൈലി ഡാഷ്ബോർഡ് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം. ക്രമീകരിക്കാവുന്ന സീറ്റുകളും ഉന്നത നിലവാരം പുലർത്തുന്ന ക്ലോത്ത്, ലെതർ അപ്ഹോൾസ്റ്ററിയും മോഡലിന്റെ അകത്തളത്തിലെ പ്രധാന സവിശേഷതകളാണ്. U-Connect 4C NAV 8.4 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സംവിധാനം റാംഗ്ലറിലെ മുഖ്യ വിശേഷമാണ്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, പാസീവ് കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്നിങ്ങനെ നീളും അകത്തളത്തിലെ വാഹനത്തിന്റെ സവിശേഷതകൾ. അതിനോടൊപ്പം തന്നെ മികച്ച ഓഫ് റോഡ് അനുഭവത്തിനായി ആവശ്യമായ മാറ്റങ്ങളും വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. 44 ഡിഗ്രി അപ്രോച്ച് ആംഗിളും 27.8 ഡിഗ്രി ബ്രേക്ക് ഓവർ ആംഗിളും 37 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളും SUVക്കുണ്ട്. 4ാം തലമുറ റാംഗ്ലറിന് 60 ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയും പ്രതീക്ഷിക്കാം. ഇന്ത്യൻ വിപണിയിൽ BMW X3, Audi Q5, മെർസിഡീസ് ബെൻസ് GLA എന്നിവരാണ് റാംഗ്ലറിന്റെ എതിരാളികൾ.